പോകുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ഒന്ന് റെക്കോർഡിംഗ് ഇട്ട ശേഷം പെട്ടെന്ന് ഈ ഭാഗം വീണ്ടും ഒന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കൂളന്റ് ഓൺ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്, പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് കൊറോഷൻ, പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ഫ്രീസിംഗ് പോയിന്റ്, പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ബോയിലിംഗ് പോയിന്റ്, പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ബോയിലിംഗ്, അവസാനത്തെ പോയിന്റ് എൻ നോൺ ഫ്രണ്ട്ലി. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ള ഒന്നായിരിക്കണം നമ്മൾ പറയുന്ന കൂളന്റ്. അടുത്ത് നോക്കാം ടൈപ്സ് ഓഫ് കൂളന്റ്. എത്ര ടൈപ്പ് കൂളന്റ് ഉണ്ട്? ഇതാണ് ഒരു പുതിയ അറിവ് എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഭാഗം. നമ്മൾക്ക് നോക്കുക, കൂളന്റ് എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൂളന്റ് എത്തിലീൻ ഗ്ലൈക്കോൾ കൂളന്റ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആ പച്ച കളറിലെ ആ ദ്രാവകത്തിന്റെ പേര് എത്തിലീൻ ഗ്ലൈക്കോൾ. ഒന്ന് ഓർത്ത് വെക്കുക, എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് ആണ്. ഇനി എത്തിലീൻ ഗ്ലൈക്കോളിന്റെ അതിനെ പൊതുവെ അറിയപ്പെടുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് എ പെർമനന്റ് ആന്റി ഫ്രീസ് ഡ്യൂ ടു ഇറ്റ്സ് ഹയർ ബോയിലിംഗ് പോയിന്റ് റേഞ്ച്. അതൊരു ആന്റി ഫ്രീസ് ആണ്. എന്ന് വെച്ചാൽ വെള്ളം 0 ഡിഗ്രി ആയിക്കഴിഞ്ഞാലും വെള്ളം ഫ്രീസ് ആകൂല. ഇനി this property gives an edge was considered suitable for summer and winter. ഒപ്പം തന്നെ അതിന്റെ ബോയിലിംഗ് പോയിന്റും കൂടുതലാണ്. എന്ന് വെച്ചാൽ തിളക്കാനുള്ള പോയിന്റും കൂടുതലാണ്, ഫ്രീസ് ആവാനുള്ള പോയിന്റും കുറവാണെന്ന് പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ 0 ഡിഗ്രി ആയാലൊന്നും തണുക്കൂല, ഫ്രീസ് ആവൂല, അതിനും താഴെ പോണം. അതായത് ഒരു -12 -20 അടുത്തേക്ക് എത്തിയാൽ മാത്രമേ ഫ്രീസ് ആവുള്ളൂ. ഇനി വെള്ളം ഈ കൂളന്റ് തിളക്കണമെങ്കിൽ 100 ഡിഗ്രി ആയിക്കാൻ തിളക്കൂല, അതിനും മേലെ പോയാൽ മാത്രമേ തിളക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സാധനം വേനൽക്കാലത്തും ശീതകാലത്ത്, വിന്റർ സീസണിലും സമ്മർ സീസണിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കൂളന്റ് ആണ്, ഒരു വസ്തുവാണ്, ഒരു അഡിറ്റീവ് ആണ് എത്തിലീൻ ഗ്ലൈക്കോൾ കൂളന്റ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത നോക്കാം നമുക്ക്. എത്തിലീൻ ഗ്ലൈക്കോളിന്റെ ബോയിലിംഗ് പോയിന്റ് എത്ര ഡിഗ്രിയാണ്? 165 ഡിഗ്രി സെൽഷ്യസ് ആണ് എത്തിലീൻ ഗ്ലൈക്കോളിന്റെ ബോയിലിംഗ് പോയിന്റ്. എത്തിലീൻ ഗ്ലൈക്കോൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 165 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രയും ടെമ്പറേച്ചറൊന്നും നമ്മുടെ ഒരിക്കലും കൂളന്റ് വരില്ല. ടെമ്പറേച്ചറൊന്നും അത്രയൊന്നും വരില്ല. അത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ അപ്പോഴേക്കും പിസ്റ്റനൊക്കെ പിടിച്ചിട്ടുണ്ടാവും. കാരണം ഇത് ഇത്രയും ചൂടാവുമ്പോഴേക്കും നമ്മുടെ പിസ്റ്റനും വാൽവൊക്കെ ചൂടായിട്ടുണ്ടാവും. അപ്പോഴേക്കും പിസ്റ്റൻ പിടിച്ചിട്ടുണ്ടാവും. കാരണം പിസ്റ്റനൊക്കെ എക്സ്പാൻഡ് ആവൂലേ. ഈ കൂളന്റിനെ കൊണ്ട് മാത്രം അത്രയും പ്രോപ്പർട്ടി മെച്ചമൊന്നുമില്ല. ഇനി നമുക്ക് നോക്കാം, നമ്മൾ ഒരിക്കലും കൂളന്റ് മാത്രമല്ല ആഡ് ചെയ്യണത്, വെള്ളവും ആഡ് ചെയ്യാറുണ്ട്. ചില വാഹനങ്ങളിൽ 1:1 ആയിരിക്കും. എന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിന് 1 ലിറ്റർ കൂളന്റ്. ചില വണ്ടിയിൽ അങ്ങനെയല്ല, 3:1 ആണ്. എന്ന് വെച്ചാല് 3 ലിറ്റർ വെള്ളത്തിന് 1 ലിറ്റർ കൂളന്റ്. അപ്പോ ഓരോ കമ്പനിയും അതനുസരിച്ചായിരിക്കും അത് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ എന്ന സ്ക്രീനിൽ നോക്ക്. ഇവിടെയാണ് ഒരു ചെറിയ ഞാൻ പറഞ്ഞ തെറ്റ് തിരുത്തുന്നത്. 68% എത്തിലീൻ ഗ്ലൈക്കോൾ കൂളന്റിന്റെ കൂടെ 32% വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അടിയിൽ നോക്കുക എന്ത് പറ്റും എന്നുള്ളത്. ഓക്കെ, ഒരു സെക്കൻഡ്, നമ്മുടെ താഴത്തുള്ള സ്ക്രീൻ ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്. 70 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇപ്പൊ അതിന്റെ ഫ്രീസിംഗ് പോയിന്റും. ബോയിലിംഗ് പോയിന്റ് എത്രയായിരിക്കും? 110 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണാണ്. കൂളന്റ് എത്തിലീൻ ഗ്ലൈക്കോൾ മാത്രമല്ല, 68% എത്തിലീൻ ഗ്ലൈക്കോളത്തിലേക്ക് 32% വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നല്ല മധുരമുള്ള ഒരു പാനീയത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ മധുരം കുറയൂലേ? എന്ന പോലെ 165 ഡിഗ്രി സെൽഷ്യസ് ബോയിലിംഗ് പോയിന്റ് ഉള്ള എത്തിലീൻ ഗ്ലൈക്കോളിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് കുറയൂലേ? അതേപോലെ കുറഞ്ഞു. 30% വെള്ളം ആഡ് ചെയ്യുമ്പോഴേക്കും അതിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയിലേക്ക് എത്തും? 110 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തും. അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആവും? -70 ഡിഗ്രി സെൽഷ്യസ് ആവും. അതായത് ശരിയായ സ്വഭാവത്തിന് ഇത്തിരി മാറ്റം വന്നു. എന്നിരുന്നാലും ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് 0 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ഐസ് ആവും എന്നാ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ കൂളന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -70 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ മാത്രമേ വെള്ളം ഐസ് ആവുന്നുള്ളൂ. അതാണ് ഈ എത്തിലീൻ ഗ്ലൈക്കോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഗുണം. മറ്റൊരു ഗുണം എന്താണ്? 110 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ മാത്രമേ വെള്ളം തിളക്കോളൂ. ഇനി തൊട്ടപ്പുറത്തുള്ള സ്ക്രീനിൽ വന്ന ഭാഗം നോക്കുക. IAT കൂളന്റ് എന്ന് വെച്ചാൽ ഇൻഓർഗാനിക് കൂളന്റ് എന്ന് പറയും. IAT കൂളന്റിന്റെ പ്രത്യേകത നോക്കുക. നമ്മളില്ലേ ഇവിടെയാണ് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ കൂളന്റ് എന്ന് പറയുന്ന സാധനത്തിന്റെ പ്രത്യേകത, ഈ കൂളന്റ് എവിടെ കൂടിയൊക്കെ ഒഴുകണം. എഞ്ചിൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് ചെയ്യാൻ പറ്റാൻ. എഞ്ചിന്റെ ഹെഡ് എടുക്ക്, ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അലൂമിനിയം വെച്ചാൽ. വെള്ളം ഒഴുകാനുള്ള പൈപ്പ് ഉണ്ടാക്കിയത് റബ്ബർ വെച്ചാൽ. റേഡിയേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കും അലൂമിനിയവും വെച്ചാൽ. അപ്പോ എത്ര സാധനങ്ങളാണ്? പ്ലാസ്റ്റിക്കിൽ കൂടി ഒഴുകണം, റബ്ബറിൽ കൂടി ഒഴുകണം,
അലുമിനിയം കൊടുക്കണം, കാസ്റ്റിനോട് കൊടുക്കണം, അലോട്ട് കൊടുക്കണം, ഇത്ര സ്ഥലത്തോട്ട് കൊടുക്കണം. ഈ സ്ഥലങ്ങൾക്കൊന്നും ഒരു കംപ്ലൈന്റും വരാൻ പാടില്ല. അപ്പൊ ഇവരോടൊക്കെ ഫ്രണ്ട്ലി ആയ ഒരു ദ്രാവകമായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന കൂളന്റ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് IAT കൂളന്റ്. ആരോടൊക്കെ സുഹൃത്ത് ബന്ധമുണ്ട്, ആരോടൊക്കെ ഫ്രണ്ട്ലിയാന്ന് നോക്കിയേ. ബ്രാസ്, കോപ്പർ, സോൾഡർ, സ്റ്റീല്, കാസ്റ്റയൺ, അലൂമിനിയം, ഈ പറയുന്ന എല്ലാ മൂലകങ്ങളോടും ഫ്രണ്ട്ലി ആയ കോമ്പാക്റ്റബിൾ ആയ ഒരു കൂളന്റ് ആണ് IAT കൂളന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്തിലീൻ ഗ്ലൈക്കോൾ കൂളന്റ്. ഇനി ആ കൂളന്റിനെ കുറിച്ച് ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനുണ്ട്. ഡു നോട്ട് മിക്സ് വിത്ത് അതർ കൂളന്റ്. വേറെ ടൈപ്പ് കൂളന്റിനോടൊന്നും ഈ കൂളന്റ് മിക്സ് ചെയ്യരുത്. അത് വേറെ ടൈപ്പ് കൂളന്റ് വേണ്ടേ. അടുത്ത സ്ക്രീനിൽ നമുക്ക് അത് കൂളന്റ് കാണാം. ഈ ഇതിലൊക്കെ സിലിക്കേറ്റ് ലെവൽ എന്ന് വെച്ചാൽ ഒരു സ്കെയിലിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് കുറെ നാള് ഒരു സ്റ്റീൽ പേപ്പറുടെ വെള്ളം ഒഴിക്കുന്ന അതിന്മേൽ ഒരു സ്കെയില് ഫോർമേഷൻ വരും. ഒരു 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 കാൽഷ്യം ഡെപ്പോസിറ്റ് പോലത്തെ ഒരു സാധനം വരും. ഒരു പാള പോലെ ഇങ്ങനെ ഒരു ബലമുള്ള ഒരു ഫോർമേഷൻ വരും അതിനെ കുറച്ചുകൂടി. അത്തരം ഫോർമേഷൻ ഒഴിവാക്കാൻ പറ്റും ലോ സിലിക്കേറ്റ് ലെവൽ. അപ്പുറത്തുള്ള പോലെ തന്നെ ഇപ്പോ നമ്മള് എത്തിലീൻ ഗ്ലൈക്കോൾ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. നമ്മള് പയ്യെ എത്തിലീൻ ഗ്ലൈക്കോളിനെ നമ്മൾ മാറ്റി തുടങ്ങി, ഉപയോഗം മാറ്റി തുടങ്ങിയതാണ് നൗ ഗെറ്റിംഗ് അബ്സല്യൂട്ട്. ഇപ്പൊ നമ്മള് വേറെ എന്തോ സാധനത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. അതെന്താ നമുക്ക് ഈ സ്ലൈഡിൽ നോക്കാം. അതിലേക്ക് പോണേ മുമ്പ് തന്നെ ഒരു കൂളന്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്നുള്ളത് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ കൂളന്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്നുള്ളതും കൂടി ഒന്ന് കണ്ടേക്കാം. നമ്മൾ കൂളന്റ് നല്ലതാണോ മോശമാണോ എന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളിന്റെ പേരാണ് റിഫ്രാക്ട്രോമീറ്റർ. കൂളന്റ് നല്ലതാണോ മോശമാണോ എന്ന് അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് റിഫ്രാക്ട്രോമീറ്റർ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കണ്ണിലേക്ക് ഒരു സാധനം എടുത്ത് വെച്ച് നോക്കണം. അപ്പോ അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണത്. അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ നോക്കുക, ഒന്ന് പ്ലാൻ ചെയ്യുക, ഏത് ടൈപ്പ് കൂളന്റ് ആണെന്ന് ചൂസ് ചെയ്യുക, റീഡിങ് എത്ര റീഡിംഗ് എടുക്കുക, റീഡിങ് എടുത്ത ശേഷം തുടച്ചു വെക്കുക. അതായത് നമ്മൾ റീഡിങ് എടുത്ത ശേഷം അതിന്റെ അറ്റത്ത് നമ്മൾ ഒഴിച്ചു വെച്ചില്ല, അത് തുടക്കണം. ഈ സാധനം എടുത്ത് സൂക്ഷിച്ചൊരു സ്ഥലത്ത് മാറ്റി വെക്കണം. ഇത്രയും കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 5 കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാ നോക്കാം. ഒന്ന് റിഫ്രാക്ട്രോമീറ്റർ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഡിജിറ്റലും ഉണ്ട് അനലോഗും ഉണ്ട്. നമ്മളിപ്പോ അനലോഗിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ എഴുതി വരും. ഇതാവുമ്പോ അങ്ങനെയാണ് നമ്മൾ നോക്കി കണ്ടുപിടിക്കണം. നിങ്ങൾ വാച്ച് നോക്കി, വാച്ച് 2 ടൈപ്പ് അല്ലേ. വാച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ സമയം എഴുതി കാണിക്കും 2 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. മറ്റേത് അങ്ങനെയാണ് സൂചി കാണിക്കും. നിങ്ങൾ സൂചി നോക്കി മനസ്സിലാക്കുമ്പോൾ 2 കഴിഞ്ഞ് 3 മിനിറ്റ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അനലോഗ് എന്ന്. സമയം നേരിട്ട് എഴുതി കാണിച്ച് എന്ത് വിളിക്കും, ഡിജിറ്റൽ. അറിയാവുന്ന കാര്യമാണ് നമുക്ക്. ഇനി നോക്കുക കോൺസെൻട്രേഷൻ പോലത്തെ PG ആൻഡ് EG 2 വാക്കാണ്. PG എന്ന് പറഞ്ഞാൽ പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ, EG എന്ന് പറഞ്ഞാൽ എത്തിലീൻ ഗ്ലൈക്കോൾ. അത് നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ സ്ക്രീനിൽ കണ്ട ഏത് ടൈപ്പ് കൂളന്റ് ആയിരുന്നു, എത്തിലീൻ ഗ്ലൈക്കോൾ ആയിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു നോക്കണതാണ് വേറൊരു ടൈപ്പ് കൂളന്റ് ഉണ്ട്, അതിന്റെ പേരാണ് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ. വേറൊരു ടൈപ്പ് കൂളന്റ് ഉണ്ട്, അതിന്റെ പേരാണ് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ. ഇനി ഈ സാധനം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോ സുധീർ സാറയോ എന്റെയോ അല്ലെങ്കിൽ മഹേഷ് സാറിന്റെയോ ഒക്കെ ഇപ്പോ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ഒന്നും ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ മഹേഷ് സാറിനോട് ചോദിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. അത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് അങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഏതൊരു മെഷീൻ ആണെങ്കിലും അത് അങ്ങനെ വേണം. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ഞാനോ സുധീർ സാറോ ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കുക. ഇനി എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ആ കാണുന്ന ഞാൻ പോയിന്റ് ഉപയോഗിച്ച് നോക്കുക. ഈ സാധനം എടുത്ത് നേരെ കൈ പിടിക്കുക. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു തുള്ളി കൂളന്റ് നിങ്ങൾ ഇവിടെ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് നേരെ കണ്ണിലേക്ക് എടുത്ത് വെക്കുക. നോക്കുമ്പോഴേക്കും പുതിയ കൂളന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര കാണാം. കൂളന്റ് മോശമാകുമ്പോഴേക്കും ഇപ്പൊ നോക്കിക്കേ, ഈ ലൈൻ കുറച്ചും കൂടി മേൽപോട്ട് കയറി അടിയിലേക്ക് ഒരു ഡിമ്മായി തുടങ്ങി. നിങ്ങൾ ഇങ്ങനെയാണ് കാണണമെങ്കിൽ കൂളന്റ് മോശമായി, ഇങ്ങനെയാണ് കാണണമെങ്കിൽ കൂളന്റ് ഇസ് ഗുഡ് കണ്ടീഷൻ. അപ്പോ ഈ മെഷീൻ, ഈ ടൂളിന്റെ പേരാണ് റിഫ്രാക്ട്രോമീറ്റർ. മൾട്ടിമീറ്റർ ഒക്കെ പോലെ പുതിയ ഒരു ടൂളിനെ പരിചയപ്പെടുത്തിയതാണ് റിഫ്രാക്ട്രോമീറ്റർ. മസ്റ്റ് ബി കാലിബ്രേറ്റഡ്. അതായത് ഓരോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും തുടച്ച് വൃത്തിയാക്കണം. ഒപ്പം തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും ഡിസ്റ്റിൽഡ് വാട്ടർ ഒന്ന് ഇട്ട് നോക്കണം. ഡിസ്റ്റിൽഡ് വാട്ടർ ഇട്ട് നോക്കുമ്പോഴേക്കും ലൈൻ ഇവിടെ എഴുതി വരും. ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ ലൈൻ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ, ഒരു ചെറിയൊരു ലൈൻ നമ്മളെ കാണിക്കും. അതിന്റെ അർത്ഥം അതായത് വേറെ ഒന്നുമല്ല, നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്മേൽ ചെറിയ കറ പോലെ, അതായത് എപ്പോഴെങ്കിലും ഇട്ടൊരു കൂളന്റ് വേണ്ടിട്ട് അതവിടെ കറ പോലെ ഫോം ചെയ്യാം. അങ്ങനെയൊന്നും വരാതിരിക്കാനാണ് നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെക്കണം എന്ന് പറയുന്നത്. മസ്റ്റ് ബി കാലിബ്രേറ്റഡ്. അടുത്ത പോയിന്റ് യെസ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓൾവേസ് ക്ലീൻ ദാറ്റ് വിത്ത് വാട്ടർ ആഫ്റ്റർ യൂസ്. വെള്ളം ഉപയോഗിച്ച് എപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് ക്ലീൻ ചെയ്ത് നോക്കണം.
യെസ്, വാവ്. ഇനി ടൈപ്സ് ഓഫ് കൂളന്റ് നോക്കാം. ശരിക്കും ടൈപ്സ് ഓഫ് കൂളന്റിലേക്ക് പോകുന്ന സമയത്താണ് റിഫ്രാക്ടറോമീറ്റർ കയറി വന്നത്. നോക്കാം. I80 കൂളന്റ്. നിങ്ങൾ കണ്ടേക്കണ ആ പച്ച നിറത്തിലെ കൂളന്റിന്റെ പേരാണ് I80 കൂളന്റ്. അതിന്റെ പ്രത്യേകത വായിച്ചു നോക്കിക്കോ. I80 ട്രഡീഷണലി ഗ്രീൻ, പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ഏറ്റവും കൂടുതൽ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഓൾഡർ വെഹിക്കിൾസ്, പഴയ വാഹനങ്ങളിൽ നമ്മൾ കണ്ട ഒരു കൂളന്റ് ആണ് I80 കൂളന്റ്. ഇനി അതിന്റെ ലൈഫ് സ്പാൻ നോക്കിയാൽ 2 കൊല്ലമാണ്. അതിന്റെ ലൈഫ് സ്പാൻ 2 കൊല്ലത്തിൽ കൂടുതൽ നമ്മൾ ഈ കൂളന്റ് വാഹനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ 2 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ആ വണ്ടിയുടെ കൂളന്റ് മാറ്റിക്കോണം I80 ആണെങ്കിൽ. അടുത്ത ടൈപ്പ് കൂളന്റിന്റെ കാര്യം നോക്കാം. O80യുടെ പേരാണ് ഓർഗാനിക് കൂളന്റ്. മറ്റേത് ഇൻഓർഗാനിക് ആയിരുന്നെങ്കിൽ ഇതെന്താണ്? ഓർഗാനിക് കൂളന്റ് ആണ്. ഓർഗാനിക് കൂളന്റ് ആവുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. ഓർഗാനിക് കൂളന്റ് പച്ച നിറമല്ല. ഓർഗാനിക് കൂളന്റ് ആവുമ്പോൾ പച്ച നിറമല്ല. ചില വാഹനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂളന്റിന്റെ നിറം ചുവപ്പ് കാണാം, ഓറഞ്ച് കാണാം, റെഡ് കാണാം. സോറി, ചുവപ്പ് റെഡ് ഒന്നും, റെഡ് കാണാം, ഓറഞ്ച് കാണാം, പിങ്ക് കാണാം. ഇതിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. O80 കൂളന്റ് ചിലപ്പോൾ എന്തായിരിക്കും? ഓറഞ്ച് ആയിരിക്കും, ചിലപ്പോ റെഡ് ആയിരിക്കും, ചിലപ്പോ ഗ്രീൻ ആയിരിക്കും, ചിലപ്പോ ഒരു പർപ്പിൾ ആയിരിക്കും, ചിലപ്പോ ഈ കാണുന്ന ബ്ലൂ ആയിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ നിറത്തിൽ O80 കൂളന്റ് വരാറുണ്ട് ഓർഗാനിക്. അതിന്റെ പ്രത്യേകത നോക്കിക്കേ, 5 കൊല്ലമാണ് അതിന്റെ ആയുസ്. അതാണ് ഒരു അഡ്വാൻറ്റേജ്. മറ്റേ 2 കൊല്ലമായിരുന്നെങ്കിൽ എത്ര കൊല്ലമായി? 5 കൊല്ലമായി. ഇനി കുറച്ചും കൂടി ഈക്കോ ഫ്രണ്ട്ലിയാണ് ഓർഗാനിക് ആവുമ്പോൾ. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് റോട്ടിലോ അല്ലെങ്കിൽ മണ്ണിലോ ഒക്കെ വീണ് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ സമൂഹത്തിന് അത്ര മോശമായിട്ട് എഫക്ട് ചെയ്യില്ല. ഓർഗാനിക് ആവുമ്പോൾ കുറച്ചും കൂടി സേഫ് ആണ്. ഇറ്റ് ഈസ് സേഫർ ഇൻ ഹാൻഡ്സ് ഓർഗാനിക് കൂടെ ഉണ്ടാവുമ്പോൾ. പിന്നെ എഞ്ചിനുകൾക്ക് ആയുസ് ഇത്തിരി കൂടുതൽ കിട്ടും ഓർഗാനിക് ആവുമ്പോൾ, വിലയും ഇത്തിരി കൂടി കിട്ടും. അടുത്തതാണ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇൻഓർഗാനിക്കിന്റെയും ഓർഗാനിക്കിന്റെയും രണ്ടിന്റെയും ഗുണങ്ങള് ഒന്നിച്ച് വരുന്ന ഒരു സിസ്റ്റമാണ് HO80. എന്ന് വെച്ചാൽ ഓർഗാനിക്കിന് കുറച്ച് മോശം സൈഡ് ഉണ്ടായി, ഇൻഓർഗാനിക്കിന് കുറച്ച് മോശം സൈഡ് ഉണ്ടായി. ഇതൊക്കെ പോയി ദ ബെസ്റ്റ് വൺ എന്ന് വേണമെങ്കിൽ പറയാം HO80. HO ഫുൾ ഫോം ഹൈബ്രിഡ്. ഹൈബ്രിഡ് ഓർഗാനിക് HO80 കൂളന്റുകൾ. ഇതിന്റെ പ്രത്യേകത നോക്കാം. ഇതിന്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണിച്ചിരുന്ന പോലെ തന്നെ ഒന്നെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച്, ഈ 2 നിറത്തിലാണ് ഈ കൂളന്റ് കാണപ്പെടുന്നത് HO80 O80. ഡൗട്ട് എന്നോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കുറച്ച് ആൾക്കാരെങ്കിലും. ഞാൻ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാനാണ്. സോ ഒരു ബായ് പറയണതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ HO80 O80 കൂളന്റിന്റെ ഒരു അവൈലബിലിറ്റി കാണിച്ചു തരാം. യെസ്, ഞാൻ ഒന്ന് ആമസോണിൽ പോയിട്ട് HO80 ആമസോണിൽ പോയിട്ട് IoT കൂളന്റ് നോക്കാം. O80 നോക്കാം. O80 കൂളന്റ് ഞാൻ നെറ്റിൽ അടിച്ചു കൊടുത്തപ്പോഴേക്കും തന്നെ O80 കൂളന്റ് ആമസോണിൽ വന്ന് ഞാൻ നേരെ കയറി നോക്കണം. ഇപ്പൊ സ്ക്രീനിൽ വന്നേക്കണുണ്ടല്ലേ O80 കൂളന്റ് എന്ന് പറഞ്ഞ സ്ക്രീനിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അതിന്റെ വില ഇവിടെ വന്നിട്ടില്ല അല്ലേ? ഫ്ലിപ്കാർട്ട് നോക്കായിരുന്നു. പിന്നെ ഫ്ലിപ്കാർട്ടിൽ കിട്ടുമോ നോക്കാം. കണ്ടോ, ഇതാണ് O80 കൂളന്റുകൾ. പിന്നെ അതേപോലെ HO80 കൂളന്റ് നോക്കാം. യെസ്, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണാണ് HO80 കൂളന്റ്. കണ്ടില്ലേ? 3 ലിറ്ററിന്റെ ഒരു പാക്കറ്റ് ഇതാണ്. അപ്പൊ നമ്മൾ ഓയിൽ ഈ പറഞ്ഞ പോലെ മേടിക്കുമ്പോഴേക്ക് നോക്കി മേടിക്കണം. ഇപ്പൊ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് എന്നുള്ളതല്ല. HO80ക്ക് പൊതുവെ പൈസ ഇത്തിരി കൂടുതലായിരിക്കും. ഞാനെന്തോ അതിന്റെ കോസ്റ്റ് നോക്കാനാണ് സത്യം പറഞ്ഞ ഈ ആമസോണിൽ കയറി നോക്കിയത്. പക്ഷെ എനിക്ക് നിങ്ങളെ കോസ്റ്റ് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ സൈൻ ഇൻ ചെയ്യണം. ഞാൻ നോക്കട്ടെ, HO80 ഫ്ലിപ്കാർട്ട് നോക്കട്ടെ. ഇല്ല, അതിലേക്കല്ല പോണത്, വേറെ ഏതോ സെയിലർ ഡാഷ്ബോർഡിലേക്കാണ് പോണത്. ഓക്കെ, ഞാനപ്പോ നിങ്ങളോട് പറഞ്ഞു വെച്ചത് എത്ര ടൈപ്പ് വേണമെങ്കിൽ എന്നോട് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് തന്നെ പോകായിരുന്നു കേട്ടോ. O80 കൂളന്റ് ഞാൻ വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. O80 കൂളന്റ് പ്രൈസ് വില അറിയാൻ പറ്റുമോ നോക്കട്ടെ. ഇന്ത്യ മാർട്ടിൽ പോയാലും നമുക്ക് വില അറിയാൻ പറ്റൂല. മോട്ടൂളിന്റെ നോക്കട്ടെ, വില അറിയാൻ പറ്റുമോ നോക്കട്ടെ. യെസ്, കിട്ടി. യെസ്, ഇത് നോക്കിയേ, ഇതൊരു മോട്ടൂളിന്റെ എഞ്ചിൻ ഓയിലാണ്. ഇവിടെ എഴുതിയിട്ടുണ്ടാവും ബാക്കി ഏത് ടൈപ്പ് ഓയിലാണെന്നൊക്കെ ഉള്ളതൊക്കെ. ഹൈബ്രിഡ് ടെക്നോളജി കൂളന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കൂളന്റ് 1 ലിറ്ററിന്റെ വിലയാണ് 215 രൂപ.
അപ്പോ ഇതിപ്പോ മോട്ടോറിന്റെ കൂളന്റ്, ഇതേപോലെ നമുക്ക് പല ടൈപ്പ് കൂളന്റ് നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കിയിട്ട് അറിയാൻ പറ്റും. HOAT നോക്കണം. HOAT കൂളന്റ്. യെസ്. അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു പ്രധാനപ്പെട്ട കേസ് നമ്മൾ രണ്ട് കൂളന്റ് മിക്സ് ചെയ്യരുത്. ഇപ്പൊ ഒരു വണ്ടിക്കകത്തിരിക്കുന്ന ഓയിൽ കൂളന്റ് മാറ്റി വേറെ കൂളന്റ് ഒഴിക്കുമ്പോഴേക്ക് നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോയിട്ട് ഫുൾ ഊറ്റിയിട്ട് വേണം അടുത്ത ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ രണ്ട് കൂളന്റിന്റെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. എന്നിട്ട് അത് നമ്മൾ മോശമായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ കൂളന്റ് മാറ്റി കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഉറപ്പിക്കണം നമ്മൾ പുതിയ കൂളന്റ് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഈ കൂളന്റ് മിക്സ് ചെയ്യുമ്പോൾ, ഒരു വണ്ടിയിലേക്ക് കൂളന്റ് ഒഴിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട, ഞാൻ സ്ക്രീനിൽ ഇപ്പൊ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഡൗട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രം സ്ക്രീൻ ഷെയറിലേക്ക് പോകാം. അങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കൂളന്റ് ഒഴിക്കുമ്പോഴേക്കും ആ കമ്പനി പറയും കൂളന്റ് ഒഴിക്കുക എന്നുള്ളത് 50:50 ആണ്. ഇപ്പൊ എനിക്ക് ഫ്രീ ആയിട്ട് 5 ലിറ്റർ കൂളന്റ് കിട്ടി എന്ന് പറഞ്ഞ് 5 ലിറ്റർ കൂളന്റ് മാത്രം എടുത്ത് വണ്ടിയിലേക്ക് ഒഴിക്കരുത്. ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂളന്റ് പാർട്സ് ഒക്കെ കംപ്ലൈന്റ് ആയിരിക്കും. കാരണം വെറും നാരങ്ങ മാത്രം പിഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന പോലെയാണ് ഇവിടെ. നമ്മൾ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. അതായത് ഈ കൂളന്റ് മാത്രം ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് ആ റബ്ബറിനൊക്കെ കൂടുതൽ കംപ്ലൈന്റ് വരും. പിന്നെ അതിനേക്കാളൊക്കെ മേളിൽ സാധനമുണ്ട്, ഗ്യാസ്കറ്റ് എന്നുള്ള സാധനമുണ്ട്, ഹെഡ് ഗ്യാസ്കറ്റ്. ആ ഗ്യാസ്കറ്റ് കാർന്ന് തിന്നോളെ, ഗ്യാസ്കറ്റ് കംപ്ലൈന്റ് ആയിപ്പോകും. അപ്പോൾ ഗ്യാസ്കറ്റ് കംപ്ലൈന്റ് ആയി പോയി കഴിയുമ്പോഴേക്കും ഈ കൂളന്റ് നേരെ ലീക്കായി എഞ്ചിനിലോട്ടും ഓയിലിലോട്ടും മിക്സ് ആവും. എഞ്ചിന് തന്നെ പണിയേണ്ടി വരും. അപ്പൊ അത് കാരണം ഒരു കാര്യം ശ്രദ്ധിക്കണം, കൂളന്റ് ഒഴിക്കുമ്പോഴേക്കും എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടി എന്ന് വിചാരിച്ച് കൂളന്റ് മാത്രം എടുത്ത് വണ്ടിയിലേക്ക് ഒഴിക്കരുത്. കൂളന്റും വെള്ളവും കൃത്യമായ അളവിൽ മിക്സ് തന്നെ വേണം വണ്ടിയിലേക്ക് ഒഴിക്കാനായിട്ട്. അതുപോലെ കൂളന്റ് പച്ചയും നീലയും ഒക്കെ കാണാം. പച്ച നീലയില്ല, പച്ചയും ചുവപ്പും ഓറഞ്ചും ഒക്കെ കാണാം. അതിന്റെ അർത്ഥം പച്ച മാത്രമാണെങ്കിൽ അത് എപ്പോഴും OAT ആണ്, അല്ല സോറി IAT ആണ്. ഓറഞ്ചും യെല്ലോ ഒക്കെ തന്നെയാണെങ്കിൽ അതിൽ മിക്കവാറും കൂടിയ കൂളന്റുകളാണ് OAT കൂളന്റുകളായിരിക്കും. അപ്പോൾ ആ കൂളന്റിൽ കൊണ്ടുപോയി മറ്റേ കൂളന്റിലേക്ക് ഒഴിക്കരുത്. ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക, ഫുൾ കളഞ്ഞ ശേഷം മാത്രം ഇത് ഒഴിക്കുക. അല്ലാണ്ട് മറ്റേതിൽ കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. നിങ്ങൾക്ക് കൂളന്റിന്റെ കുറവ് കണ്ടിട്ടുണ്ടെങ്കിൽ കടയിൽ പോയി ഡിസ്റ്റിൽഡ് വാട്ടർ, ബാറ്ററി വാട്ടർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടറിനെ മേടിച്ച് ഒഴിക്കണം. പൈപ്പിൽ കിട്ടുന്ന വെള്ളം ഒഴിക്കാൻ പാടില്ല. പക്ഷെ എന്ന് വെച്ച് രാത്രി വയനാട് കൂടി രാത്രി പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ചൂടായി കഴിഞ്ഞ് തൊട്ടടുത്തുള്ള കടകളൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ പോയിട്ട് ഇതേ കൂളന്റ് ഒഴിക്കണം എന്ന് വാശി പിടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് നിങ്ങൾ പെട്ട സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വണ്ടി എത്തിക്കുക, എന്നിട്ടെങ്കിലും കൂളന്റ് മാറ്റുക. അതൊരു എക്സാമിനായിട്ട് ഞാൻ വയനാടിന് പറഞ്ഞെന്നുള്ളത്, ലൈഫിൽ എവിടെ വെച്ചാണെങ്കിലും ശരി. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് സ്റ്റഡി ഓഫ് കൂളന്റ് പഠിക്കാനുള്ളത്. 20 പേരാണ് ഇത്ര നേരം ഇപ്പൊ അവസാനത്തെ കുറച്ചു നേരം ക്ലാസ് കേട്ടത്. ഞാൻ വൈൻഡ് അപ്പ് നിങ്ങൾക്ക് എന്നോട് സംശയമായിട്ട് ചോദിക്കാം, ടെക്സ്റ്റ് ചെയ്യാം. ചിഞ്ചിത്തൊന്നും എന്നോട് ഇപ്പൊ സംശയമൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾക്കും എന്നെ ഒരു കൂട്ടുകാരനെ പോലെയൊക്കെ കണ്ട്, സുഹൃത്തായിട്ട് കണ്ട്, നിങ്ങളുടെ സ്വന്തം അധ്യാപകനായിട്ട് തന്നെ കാണാം. എനിക്ക് നീ മെസ്സേജ് അടക്കണം. അപ്പോ മനസ്സിലാവാത്ത ഭാഗമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ. ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഒരാളുടെ പേര് മാത്രം ഞാൻ പറഞ്ഞെന്നുള്ളൂ. മാത്രം എല്ലാവരും ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനാണ്. ഇതിപ്പോ കുറച്ച് സ്കൂളിൽ സമയം എടുത്തു നമ്മള്. പക്ഷെ ഒരു കാര്യം, നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കൂളന്റ് സിസ്റ്റത്തെ കുറിച്ചുള്ളത്. നന്ദു സാറേ, ഈ കൂളന്റ് ഇല്ലേ, അതില് മറ്റേ എന്താ, അയ്യോ മറ്റേ A വെച്ച് തുടങ്ങുന്ന അല്ല I വെച്ച് തുടങ്ങുന്ന ഒരു കൂളന്റ് ഇല്ലേ, IAT. ആ കൂളന്റില് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഉറപ്പായിട്ടും എല്ലാ കൂളന്റിലും വെള്ളം ആഡ് ചെയ്യണം. എല്ലാ കൂളന്റിലും നമ്മൾ വെള്ളം ആഡ് ചെയ്യണം. ഞാൻ പറയുന്നത് IAT കൂളന്റിന്റെ പ്രത്യേകത, അത് ഇനോർഗാനിക് കൂളന്റ് ആയിരുന്നു, എത്തിലീൻ ഗ്ലൈക്കോൾ ബേസ് തന്നെയാണ്. അപ്പൊ പക്ഷെ ആ കൂളന്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒത്തിരി ഹാർംഫുൾ ആണ്. കയ്യില് വീണാൽ കുഴപ്പമില്ല, സോപ്പിട്ട് കൈ കഴുകി കളഞ്ഞാൽ മതി. കണ്ണിനോ മൂക്കിലൊക്കെ വീണോ ഒരുപാട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയണം. കാരണം അതിന് ഒരു ചെറിയ ഡിസിൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എത്തിലീൻ ഗ്ലൈക്കോളിലുള്ള കൂളന്റുകൾക്ക്. പക്ഷെ വെള്ളം നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എത്തിലീൻ ഗ്ലൈക്കോൾ കൂളന്റുകൾ കുറച്ചും കൂടി ഹാർംഫുൾ ആണ്. എന്ന് വെച്ചാൽ കുറെ നാള് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ സ്കെയിലിങ്ങിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടി നല്ല കൂളന്റ് അടുത്ത കൂളന്റിലേക്ക് മാറിയത്. നീ ചോദിച്ച ഉത്തരം മാത്രം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഏത് കൂളന്റ് ആയാലും ശരി വെള്ളം ആഡ് ചെയ്യണം. കമ്പനി പറയണ അത്രയും വെള്ളം തന്നെ കൃത്യമായിട്ട് ആഡ് ചെയ്യണം.
ഇപ്പോ പിന്നെ ചില കമ്പനി ഓയിൽ വിൽക്കുന്നതാണ്, സോറി ഓയിൽ അല്ല, കൂടുതൽ വിൽക്കുമ്പോൾ ഇതിണ്ടാവും ഇതിന്റെ ഒപ്പം വെള്ളം ആഡ് ചെയ്യണ്ട, വെള്ളം ആഡ് ചെയ്താണ് ഞങ്ങൾ തന്നേക്കണേന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്യാതെ ഒഴിക്കാൻ പാടില്ല. അത് ആ കൂടുതലിന്റെ പെട്ടിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും, ഡു നോട്ട് ആഡ് വാട്ടർ എന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രം ഒഴിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ മേടിക്കുന്ന എല്ലാ കൂളന്റുകളും വെള്ളം ഇല്ലാത്തതാണ്. വെള്ളം നിങ്ങൾ ആഡ് ചെയ്യണം. അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും 1 ലിറ്റർ ഇതിന്റെ ഒപ്പം 3 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുക, 1:1, 1:3 എന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്യണം. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ആ ഒരു കോംപ്ലിക്കേഷൻ മാറ്റാനായിട്ട് ഒരു സംശയം വരുന്നല്ലോ, എനിക്കൊരു ചാറ്റ് ഉണ്ട്, ഞാൻ നോക്കണേ പെട്ടെന്ന്. കുളഞ്ചിന് വെള്ളം ഒഴിച്ചാൽ കുളത്തിന് വെള്ളം ഒഴിക്കണം. ഞാൻ പറഞ്ഞതിൽ തെറ്റിപ്പോയെങ്കിൽ ശ്രദ്ധിക്കുക. കുളത്തിന് വെള്ളം ഒഴിക്കണം നമ്മള്. അതായത് എല്ലാ കുളത്തിലും വെള്ളം ഒഴിക്കണം. കുളത്തിൽ വെള്ളം ഒഴിച്ചോടെ ഒഴിക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുഴപ്പം. ശരിക്കും കുളഞ്ച് എന്തിനാണ്? വെള്ളത്തിന് എന്തൊക്കെയോ സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായി. അതായത് പെട്ടെന്ന് നീരാവിയാവുക, പെട്ടെന്ന് ഐസ് ആവുക, വെള്ളം അടുത്തുള്ള ആൾക്കാരൊക്കെ തുരുമ്പിപ്പിക്കുക എന്നൊക്കെയുള്ള കുറച്ച് എന്താ പറയാ മോശം സ്വഭാവങ്ങൾ വെള്ളത്തിനുണ്ടായി. ആ സ്വഭാവങ്ങളൊക്കെ ഇല്ലാണ്ടാക്കിയ ആളാണ് കുളന്റ്. കുളന്റ് ഒഴിക്കൊക്കെ വഴി വെള്ളത്തിന് ആ സ്വഭാവങ്ങൾ നഷ്ടപ്പെട്ട് വെള്ളം ഒരു ഡീസന്റ് മനുഷ്യനായി മാറാനാണ് സങ്കല്പിക്കുക. അപ്പൊ അതാണ് കുളന്റ് ചെയ്തത്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ കുളന്റ് ആഡ് ചെയ്യണം. കുളന്റിന്റെ ഒപ്പം വെള്ളം ആഡ് ചെയ്യണം. വെള്ളത്തിലേക്കാണ് നമ്മൾ കുളന്റ് ആഡ് ചെയ്യേണ്ടത്. അത് അവര് പറയും 50 കുളന്റിന്റെ ഒപ്പം 50 വെള്ളം. അപ്പൊ വെള്ളത്തിന്റെ ആ പഴയ മോശം പ്രോപ്പർട്ടി ഒക്കെ പോയി, വെള്ളം ഐസാവൂല, വെള്ളം തിളക്കൂല, വെള്ളം തുരുമ്പിപ്പിക്കൂല. പിന്നെ ഞാൻ നെറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു കാസ്ട്രോളിന്റെ കുളന്റ് നോക്കാം. കാസ്ട്രോൾ കൂളന്റ്. നമുക്ക് നോക്കാം. കാസ്ട്രോളിന്റെ ഒരു കുളന്റ് ഞാൻ എടുത്ത് നോക്കാം. ഇവിടെ സ്ക്രീനിൽ വന്ന് ഞാൻ വെക്കുന്നതിന് അത് സൂം ചെയ്യണേ. ഇപ്പൊ വന്നേക്കണ കാസ്ട്രോളിന്റെ കൂളന്റ്. അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടെന്ന് നോക്കണേ നമ്മള് ഫോഴ്സ് കാർ. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു ഇമേജ് എടുത്ത് നോക്കാം. ഓക്കെ, സെക്കൻഡ് പേജ് കിട്ടുന്നില്ല. സെക്കൻഡ് പേജ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല. എനിക്ക് ഒരു ചാറ്റ് വന്നു, ഞാൻ എന്താ പെട്ടെന്ന് നോക്കണേ. സാർ പറഞ്ഞില്ലേ എവിടെന്നെങ്കിലും നിന്നാൽ വെള്ളം ഒഴിച്ചു. അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നമ്മള് ഇപ്പോ നമ്മള് പ്രത്യേക സ്ഥലത്തൂടെ വണ്ടി ഓടിച്ചു പോകണം. ഇപ്പൊ ശാന്തിനി രാത്രി ഇതേപോലെ ഫാദറായിട്ട് വണ്ടി ഓടിച്ചു വണ്ടി പെട്ടെന്ന് ചൂടാവണം. ചൂടാക്കി കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് പറ്റിപ്പോയത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ റേഡിയേറ്ററിന്റെ ക്യാപ്പ് വക്കാൻ മറന്നുപോയി. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ, റേഡിയേറ്ററിന്റെ ക്യാപ്പ് വക്കാൻ മറന്നുപോയി. അപ്പൊ എന്ത് പറ്റി? ശരിക്കും റേഡിയേറ്ററിന്റെ ക്യാപ്പ് മര്യാദക്ക് മൂടിപ്പോണെന്ന് പറയുന്നത്. മര്യാദക്ക് മൂടാൻ മറന്നു പോയി കഴിഞ്ഞാൽ വെള്ളം ഇച്ചിരി ആവിയായി പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളൊരു പാത്രം മൂടി വെച്ചില്ലെങ്കിൽ എന്ത് പറ്റും? വെള്ളം ആവിയായി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കൂലേ? വെള്ളം പയ്യെ ആവിയായി പോകും. അതേപോലെ വെള്ളം പയ്യെ ആവിയായി പോയി കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് വെള്ളം ഉണ്ടാവില്ല. അപ്പൊ അത് അറിയണത് ശാന്തിനി രാത്രി 1 മണിക്ക് അറിയണത്. 1 മണിക്ക് കടകളൊന്നുമില്ല. അപ്പൊ ശാന്തിനി പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കുടിക്കാൻ വെച്ച വെള്ളമില്ലേ, ആ വെള്ളം ആയാലും എടുത്ത് റേഡിയേറ്ററിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് ആ ഒരു നിങ്ങൾ കുടിക്കുന്ന വെള്ളം മിനറൽ വാട്ടർ ആണ്. ആ വെള്ളത്തിൽ H2O മാത്രമല്ല അയേണും സൾഫേറ്റ്സും കുറച്ച് ആവശ്യമായ കാൽഷ്യം മിനറൽസ് ഒക്കെ ഉണ്ട്. ആ വെള്ളമെങ്കിലും എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? റേഡിയേറ്ററിലേക്ക് ഒഴിക്കണം. ഒഴിച്ചിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. എന്നിട്ട് തൊട്ടടുത്ത ദിവസം സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ വെള്ളമൊക്കെ ഊറ്റി നിങ്ങൾ ഡിസ്റ്റിൽഡ് വാട്ടർ കൊണ്ട് ഒഴിച്ചോ. കറക്റ്റ് മിശ്രിതം തന്നെ ഒഴിച്ചോ. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തോട്ടിലെ വെള്ളമോ പുഴയിലെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. റേഡിയേറ്ററിൽ നിന്ന് വെള്ളം പോകാൻ പല ചാൻസും ഉണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനിപ്പോ എന്നോട് ചോദിച്ചതിൻ്റെ അകത്തൊരു വ്യത്യാസമുണ്ട്. ബാറ്ററി വാട്ടർ എന്ന് പറയുന്ന സാധനം H2SO4 അല്ല. നമ്മൾ ബാറ്ററി വാട്ടർ എന്ന് പറഞ്ഞ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ ഒരു ഇമേജ് കൂടി ഞാൻ കാണിച്ചു തരാം. ബാറ്ററി വാട്ടർ ഞാൻ നെറ്റ് അടിച്ചു കൊടുക്കണേ. ഒരു ഇമേജ് വരുമോ നോക്കട്ടെ കേട്ടോ. ബാറ്ററിയുടെ എന്താണ് ഇലക്ട്രോലൈറ്റ് ആണ് ഞാൻ പറയുന്ന പ്രശ്നം. അതിനാണ് സൾഫ്യൂരിക് ആസിഡ് ഉള്ളത്, H2SO4 ഉള്ളത്. ഇപ്പൊ നോക്കിക്കോ, ഇതാണ് ബാറ്ററി വാട്ടർ എന്ന് നെറ്റ് അടിച്ചിട്ട് വന്നേക്കുന്നത്. നോക്കിയേ, ഡി മിനറലൈസ്ഡ് വാട്ടർ എന്നാണ് സ്ക്രീനിൽ വന്നേക്കുന്നത്. ഇത് ഡിസ്റ്റിൽഡ് വാട്ടർ. ഈ വാട്ടറാണ് നമ്മൾ ബാറ്ററിക്കകത്ത് ആസിഡിനൊപ്പം മിക്സ് ചെയ്ത് ഒഴിക്കുന്നത്. അതായത് ആസിഡിന്റെ അകത്ത് എന്താണ്, ബാറ്ററിക്കകത്ത് ആസിഡ് ഉള്ളപ്പോൾ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് കുറക്കണം. എങ്ങനെയാണ്? ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നേർപ്പിക്കണേണ് മധ്യത്തിൽ വെള്ളം ഒഴിക്കണ പോലെ.
ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, വേറെ ഒന്നും വിചാരിക്കണ്ട. അതേപോലെ നമ്മൾ നേർപ്പിക്കണേ. യെസ്, ഞാൻ പറയാൻ ചിന്തിത്. അപ്പോ നമ്മൾ നേർപ്പിക്കണല്ലേ, അതേപോലെ ബാറ്ററിയുടെ നേർപ്പിച്ച പോലെ തന്നെ ഇവിടെ നമ്മൾ കൂളന്റിനെ നേർപ്പിക്കണേ. കൂളന്റിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വേണ്ട കണ്ടീഷനിലേക്ക് എത്തിക്കണേ വെള്ളം ആഡ് ചെയ്തുകൊണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ ബാറ്ററി വാട്ടർ എന്ന് അടിച്ചു കൊടുത്തപ്പോ വന്നിട്ട് എല്ലാം നോക്കിയേ, ഇതിന്റെ അകത്ത് വെറും വെള്ളമാണ്, വെറും H2SO4 ആണ് ഈ ബാറ്ററി വാട്ടറിന്റെ അകത്ത് കാണിക്കുന്നതല്ല. ഡി അയോണൈസ്ഡ്, ഡീമിനറലൈസ്ഡ്, ഇതാണ്. ഇത് വെറും വെള്ളമാണ്. ഈ വെള്ളം വേണമെങ്കിൽ കുടിക്കാം. ഈ വെള്ളം ഞാൻ വേണമെങ്കിൽ കുടിച്ച് കാണിക്കാം. കടയിൽ നിന്ന് മേടിക്കണം ഈ വെള്ളം, കടയിൽ നിന്ന് മേടിച്ചിട്ട് ഞാൻ ഇപ്പൊ തന്നെ കുടിച്ച് കാണിക്കാം. ഈ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ദാഹം ഒന്നും മാറില്ല. എന്റെ വയറ്റിൽ പോകും, വയറ്റിൽ നിന്ന് പോകേണ്ട പോലെ പുറത്തേക്ക് പോകും. അതിന്റെ അപ്പുറം എനിക്ക് വേണ്ട മൂലകങ്ങളും ഒന്നും ഈ വെള്ളത്തിൽ കിട്ടില്ല എന്നുള്ളൂ. ഈ വെള്ളം കുടിക്കാം. വെറും H2SO4, ഹൈഡ്രജനും ഓക്സിജനും മാത്രമുള്ളൂ ഈ സാധനത്തിന്റെ അകത്ത്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ്, കണ്ടില്ലേ, ഇത് വെറും വെള്ളം മാത്രമാണ്. അപ്പൊ ഈ വെള്ളം ഒഴിക്കുക, ഈ വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോ ലൈഫ് കൂടുതൽ കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഇത് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. എന്നോട് വിഷ്ണുജിയെ ചോദിച്ചത്, സാർ ബാറ്ററിയിൽ കൂളന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ അസിഡിറ്റി വ്യത്യാസം പറ്റില്ലേ? ഇല്ല, ഇത് വെറും ഡിസ്റ്റിൽഡ് വാട്ടറിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബാറ്ററി വാട്ടർ എന്ന്. ഇനി വേണമെങ്കിൽ ഞാൻ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് അടിച്ചു നോക്കാം. അപ്പോഴും ചിലപ്പോൾ ഇതേ ഫോട്ടോ തന്നെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഡിസ്റ്റിൽഡ് വാട്ടർ, യെസ്, ഡിസ്റ്റിൽഡ് വാട്ടർ കണ്ടില്ലേ? വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട സാധനം തന്നെയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ മഞ്ഞത്. ഡിസ്റ്റിൽഡ് വാട്ടർ പ്രൈസ് എന്ന് അടിച്ചു നോക്കണ്ടേ. യെസ്, ഇനി ഇവിടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാം ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ ബാറ്ററിയിൽ ഒഴിക്കുന്നത് കണ്ടില്ലേ? ഇതും ഡി അയോണൈസ്ഡ് വാട്ടർ തന്നെയാണ് വന്നേക്കുന്നത്. നമ്മൾ നേരത്തെ എന്താണ് ബാറ്ററി വാട്ടർ എന്ന് അടിച്ചു കൊടുത്തപ്പോൾ വന്ന സാധനം തന്നെ ഡിസ്റ്റിൽഡ് വാട്ടറിലും വന്നേക്കണം. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതാണ് സംഭവം. പിന്നെ എന്നോട് ചോദിക്കണം, കുറെ ദൂരം ഓടിക്കഴിയുമ്പോൾ കൂളന്റ് വേപ്പറൈസ് ആവാൻ ചാൻസ് ഉണ്ടോ? കുറെ ദൂരം, എത്ര ദൂരം ഓടിയാലും ശരി. ചിന്തിത എന്നോട് സംശയം ചോദിച്ചത്, ചിന്തിത എത്ര ദൂരം ഓടിയാലും ശരി നമ്മുടെ വണ്ടിയുടെ ടെമ്പറേച്ചർ എപ്പോ 90°C ആകുന്നോ, അതായത് കൂളിംഗ് ടെമ്പറേച്ചർ എപ്പോ 90 ആകുന്നോ അപ്പൊ ഫാൻ വർക്ക് ചെയ്ത് ഫുൾ ടൈം വെള്ളം വേപ്പറൈസ് ആവാതെ, അതായത് 100°C എത്താതെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫാനൊക്കെ ചെയ്യുന്ന പണി. അപ്പൊ എത്ര ദൂരം ഓടിയാലും ഇത് വേപ്പറൈസ് ആവാൻ പാടില്ല, അതങ്ങനെ നിന്നോളണം. പിന്നെ ചില സർക്കംസ്റ്റൻസ് ആണ്, കുറെ ദൂരം ഓടിക്കഴിയുമ്പോഴേക്കും ഈ എന്തെങ്കിലും അല്ലാത്ത ഡാമേജസ് കൊണ്ട് വെള്ളം നിരാവിയായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയണമെന്ന് പറഞ്ഞാല് ഒരു ഗേജ് ഉണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നമുക്കറിയാം ഒരു ഗേജ് വെച്ചിട്ടുണ്ട്. ഒരു ഹോട്ട് കോൾഡ് നടുക്കൊരു വരാം. എഞ്ചിൻ സ്റ്റാർട്ട് ആയിക്കഴിഞ്ഞാൽ നടുക്കത്തെ വരെ ഒന്ന് ഫുൾ ടൈം നിൽക്കും. എഞ്ചിൻ സ്റ്റാർട്ട് ആകുമ്പോൾ കോൾഡ് ആയിരിക്കും, ഫുൾ നല്ല നിൽക്കും. എപ്പോഴെങ്കിലും ഹോട്ടിലേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി നിർത്തണം. വണ്ടി നിർത്തി നമ്മൾ നോക്കണം എന്തുകൊണ്ട് വണ്ടി ഇപ്പൊ ഓവർ ഹീറ്റ് ആയി എന്നുള്ളത്. ഏറ്റവും നല്ലത് എഞ്ചിനെ കുറച്ച് തണുക്കാൻ വിടുക. എന്നിട്ട് അത് ഞാൻ പറയാട്ടാ. അപ്പൊ കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ടിട്ട് ജസ്റ്റ് ആ റേഡിയേറ്ററിന്റെ നിർത്തിയിട്ടുള്ള റേഡിയേറ്ററിന്റെ ക്യാപ്പ് തുറന്ന് നോക്കുക, വെള്ളം ഉണ്ടോ, വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്യുക. ഇപ്പോഴത്തെ വണ്ടിയിലല്ല, കുറച്ച് പഴയ വണ്ടികളിലാണ് നമ്മൾ ഈ സിസ്റ്റം കണ്ടുവച്ചത്. കുറെ ദൂരം ഓടിക്കഴിയുമ്പോഴേക്കും വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പുക വരിക എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ഹൈ ആർപിഎമ്മിൽ ഒരുപാട് സ്പീഡിൽ വണ്ടി നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പോഴേക്കും ഇതേപോലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടും, വെള്ളത്തിന്റെ പ്രഷർ കൂടും. പ്രഷർ കുടിക്കാൻ കൊണ്ട് നമ്മുടെ റേഡിയേറ്റർ പ്രഷർ ക്യാബിനെ താങ്ങാതെ വരുമ്പോഴേക്കും അതിലൂടെ എസ്കേപ്പ് ആയി പുറത്തേക്ക് പോകും. എന്നിട്ട് പയ്യെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരും. അപ്പൊ അത് സംഭവിക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് വെള്ളം മാത്രം, വെറും വെള്ളം മാത്രമാണെങ്കിൽ ഇതേപോലത്തെ പ്രോപ്പർട്ടി സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മുടെ വെള്ളത്തിന്റെ ഒപ്പം എന്ത് ചെയ്യണത്, കൂളന്റ് ആഡ് ചെയ്യണത്. ഇപ്പോ കറക്റ്റ് അളവിൽ കൂളന്റും വെള്ളവും ആഡ് ചെയ്ത് കൃത്യസമയത്ത് ഫാൻ വർക്ക് ചെയ്യുന്ന ഒരു വണ്ടിയാണെങ്കിൽ ആ വണ്ടിയിൽ ഇതേപോലെ കുറെ ദൂരം ഓടിക്കഴിയുമ്പോൾ പുക വരാനും വണ്ടി ഓഫായി പോവാനും എന്നുള്ള ചാൻസ് ഒന്നുമില്ല. അതില് എന്തെങ്കിലും ഇപ്പൊ വെള്ളം മാത്രമാണെങ്കിൽ എന്ത് പറ്റും, 90-100°C ആയിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെള്ളം ആവിയാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, എന്റെ വണ്ടിക്കകത്ത് കൂളന്റ് ഒഴിച്ചില്ല. ഞാൻ എന്റെ വണ്ടി കൊണ്ട് ഗോവക്ക് പോണേ, വണ്ടി ചൂടായി, തൃശ്ശൂർ എത്താറായി, വണ്ടി ചൂടായി, 100° ആയി, ഒരു ഇത്തിരി വെള്ളം നിരാവിയായി പോയി. അത് ഞാൻ തന്നെ വണ്ടി തണുത്തേ. വീണ്ടും തൃശ്ശൂർ കഴിഞ്ഞ് കോഴിക്കോടായി, ഒരു ഇത്തിരി വെള്ളം ആവിയായി പോയി. വീണ്ടും വണ്ടി തണുത്തേ. അങ്ങനെ ഓടി ചിലപ്പോൾ ഗോവ എത്തുമ്പോ എന്തായി, എത്ര വർഷം 100°C ആണ് അപ്പോഴൊക്കെ വെള്ളം ഇച്ചിരിച്ചിട്ടായിട്ട് ആവിയായിക്കൊണ്ടിരുന്നത് വെച്ച്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോവ എത്തുമ്പോൾ എന്റെ വണ്ടിക്കകത്തുള്ള മുഴുവൻ വെള്ളം തീർന്ന് വണ്ടി വാളീസായി പോകും. അപ്പോ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശക്തമായിട്ട് പറയുന്നത് വെള്ളത്തിന്റെ ഒപ്പം കൃത്യമായിട്ടുള്ള അളവിൽ കൂളന്റ് ആഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇപ്പോ എന്റെ നെറ്റ് തീരാറായിട്ടുണ്ട്. ഞാൻ എന്നോട് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഡൗട്ട് ചോദിച്ചപ്പോഴാണ് എനിക്കും കുറച്ച്
കുറച്ചുകൂടി ഒരു എനർജൈസ് ആയതും എനിക്ക് സംസാരിക്കാനായിട്ട് ഒരു നല്ല രീതിയിലേക്ക് വരാൻ പറ്റിയത്. അപ്പോൾ എന്നോട് നാളെ ഇനിയുള്ള ടോപ്പിക്കിൽ നിങ്ങൾ ഡൗട്ട് ആദ്യമേ തന്നെ ചോദിച്ചു തുടങ്ങിയാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ എനിക്ക് റേഡിയോ പോലെ സംസാരിക്കാൻ ഇഷ്ടമല്ലെന്ന് പറയുന്നത്. വളരെ സന്തോഷം. ചിഞ്ചിത്തും വിഷ്ണു റജിയും ശാന്തിനിയും അജയ് പി എക്സും എന്നോട് നന്ദു എന്നോട് വളരെ രസമായ ഡൗട്ടുകൾ ചോദിച്ചു. എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ 5 മിനിറ്റ് ഞാൻ പോകുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ചൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് ഇറങ്ങുന്നു. സ്റ്റോപ്പ് ഷെയർ അടിക്കുന്നു. ഞാൻ എന്റെ അടിച്ചാൽ ഞാൻ ലീവ് ചെയ്യുന്നു. നന്ദുവിനെ